Good morning students. Next നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്? അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ബിസിനസിന്റെ സക്സസ് അല്ലെ, ബിസിനസ്സിന് സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡിപ്പെൻഡ്സ് ഓൺ അഡാപ്റ്റിംഗ് ഇറ്റ്സെൽഫ് ടു ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് വിത്തിൻ വിച്ച് ഫങ്ഷൻസ് അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. അപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിനെ സംബന്ധിച്ച് ഏറ്റവും അതിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു ഫാക്ടറാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. The term business environment cannot external factors and institutions that are beyond the control of the business and the affect the functioning of a business enterprise. അതായത് ഒരു ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഇൻറ്റേർണൽ അല്ലാതെ ബിയോണ്ട് ദ ബിസിനസ് ഔട്ട് ഓഫ് ദ ബിസിനസ് ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ സക്സസ്സിനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഡിറ്റർമിനിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അല്ലേ. നമുക്കൊരു എൻവയോൺമെൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് അതായത് നമ്മൾ പറഞ്ഞു ഇൻറ്റേർണലി മാത്രമല്ല എക്സ്റ്റേർണലി ഫാക്ടേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. ആ സമയത്ത് നമുക്ക് എന്താ പറ്റുന്നു? ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ മനസ്സിലാക്കാനും അതിന് എന്തൊക്കെ ത്രെഡ്സ് ഉണ്ട് അതായത് തടസ്സങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെന്താണ്? ഗിവിങ് ഡയറക്ഷൻസ് ഫോർ ഗ്രോത്ത് അല്ലേ. നമ്മളെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഒരു നല്ല ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കണ്ടിന്യൂസ് ലേണിംഗ് അല്ലേ. കസ്റ്റമേഴ്സ് ഇൻറ്റേർണൽ ആണ്, എക്സ്റ്റേണൽ ഫാക്ടറാണ്. കസ്റ്റമേഴ്സ്, ക്ലൈമറ്റ്സ്, കണ്ടീഷൻസ്, ട്രെൻഡ്സ് അതൊക്കെ വരുന്നതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അത് സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റോട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ ഇമേജ് ബിൽഡിംഗ് അല്ലേ. ഒരു ഗുഡ് ഇമേജ് അല്ലെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. ദെൻ മീറ്റിംഗ് കോമ്പറ്റീഷൻസ് ഹെൽത്തി വൈസ് ആയിട്ട് നമുക്ക് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു പറ്റുന്നുണ്ട്? ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഐഡൻറ്റിഫൈങ് ഫേം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മളെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മുടെ ബിസിനസ് സൊസൈറ്റിക്ക് ആവശ്യമുള്ളതാണോ, സക്സസ് ആണോ, നീഡ് ആൻഡ് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള നമ്മളെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എന്തോ കുറവുകളാണ് നമ്മൾ ഇനി എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നുണ്ട്? ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് നോക്കി. അപ്പോൾ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്തൊക്കെ ടൈപ്സ് ഉണ്ട് എന്ന് നോക്കാം. വാട്ട് ഈസ് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ഒരു 5-6 ടൈപ്സ് ഒരു 6 ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ്. എക്കണോമിക് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? എക്കണോമിക് കണ്ടീഷൻസ്, പോളിസീസ്, സിസ്റ്റംസ്. അത് ഒരു ഇക്കോണമീനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പോളിസീസ്, സിസ്റ്റംസ്, അതിൻ്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ദ സർവൈവൽ ആൻഡ് സക്സസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ബിസിനസ് എൻ്റർപ്രൈസ് ഡിപ്പെൻഡ്സ് ഫുള്ളി ഓൺ ഇറ്റ്സ് എക്കണോമിക് എൻവയോൺമെൻറ്റ് അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള സർവൈവലും അതിൻ്റെ ഗ്രോത്തും എന്ന് പറയുന്നത് മൊത്തം ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ളതാണ്. അതായത് ഇക്കണോമിക് കണ്ടീഷൻസ് നോക്കണം നമ്മൾ, അവരെ ഇക്കോണമിക്കിലെ പോളിസീസ് എന്താണെന്ന് നോക്കണം, അവർക്ക് എന്തൊക്കെ സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നത്. രണ്ടാമത്തത് എന്താണ്? സോഷ്യൽ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? This includes social factors like എന്തൊക്കെയാണ്? കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂ, ബിലീഫ്സ്, പോവേർട്ടി, ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എക്സെട്ര. അതായത് സോഷ്യൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ കാര്യങ്ങൾ. അതായത് നമ്മളെ കസ്റ്റമേഴ്സ് ആരാണ്, ഏതൊക്കെ ടൈപ്പാണ്, അവരൊരു കപ്പാസിറ്റി ഓഫ് ബൈ പ്രോഡക്ട്സ്, അവരുടെ വില്ലിങ്നെസ്, അങ്ങനെ അവരെ ലിറ്ററസി,
അതേപോലെ തന്നെ അവരുടെ ബിലീഫ്സ്, അവർ കൊടുക്കുന്ന വാല്യൂ, അവരുടെ ട്രഡീഷൻ എന്താണ്, അവരിപ്പോൾ ഫോളോ ചെയ്യുന്ന ട്രെൻഡ്സ് എന്താ, അങ്ങനെയുള്ള സോഷ്യൽ അവയർനെസ് കസ്റ്റമേഴ്സിനിടയിൽ ഉണ്ടാക്കുന്ന അതിനെയാണ് നമ്മൾ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ എന്താണ് വരുന്നത്? The government policies and attitude towards the business community and the അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസി, നമ്മളെ ബിസിനസ്സിന് ഗവൺമെൻറ് കൊണ്ടുവരുന്ന അവരുടെ പോളിസീസ്, അതേപോലെ നമ്മളെ ബിസിനസ് കമ്മ്യൂണിറ്റിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് അതിൽ നമ്മൾ രാഷ്ട്രീയവും വരും. അപ്പം ഓരോ പാർട്ടീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ഓഫ് നമ്മളെ ബിസിനസ്സിനെ കുറിച്ച്, നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ. പിന്നെ ലാസ്റ്റ് ലീഗൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് കംപ്ലീറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ് ആണ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ല, ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസീസും ഗവൺമെൻറ് സാങ്ഷനോട് കൂടിയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ്സിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പം അവരുടെ ലീഗൽ ഫോർമാലിറ്റീസ്, ലീഗൽ ഫ്രെയിംവർക്ക്സ്, കമ്പനീസ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട്, ഫാക്ടറീസ് ആക്ട്, ഇതിലെല്ലാ ആക്ടുകളും പാലിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് മൂവ്മെൻ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതും സക്സസ്ഫുൾ ബിസിനസ്സിന് വേണ്ട കാര്യമാണ്. അപ്പം ലീഗൽ എൻവയോൺമെൻറ്റും അതിലൊരു ഘടകമാണ്. ഇതിനെന്താണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ എന്താ വരുന്നത്? അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, നമ്മളെ ബിസിനസ്സിന് ആപ്റ്റായിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് കൊണ്ടുവരിക, നിലവിലുള്ള ടെക്നോളജി വെച്ചിട്ട് ഏറ്റവും ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ദെൻ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഇപ്പം നമ്മളെ അതൊക്കെ അല്ലേ നമ്മളെ പോപ്പുലേഷൻ, ഓവറോൾ പോപ്പുലേഷൻ എത്രയാണ്? നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടായിരിക്കണം. നമ്മളിത് ഇന്ന് തുടങ്ങുന്ന ബിസിനസ് നമുക്ക് ഇവിടേക്ക് മാത്രമായിരിക്കും അല്ല, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഗ്രോത്ത്, നാഷണൽ ഗ്രോത്ത് വരെ ആയിരിക്കും നമ്മളൊരു എയിം ഉണ്ടായിരിക്കും എല്ലാ ബിസിനസ്സും. ഇപ്പം നമ്മൾക്ക് കാണുന്ന നമ്മളെ ടാറ്റ, അതേപോലെ റിലയൻസ്, ഇങ്ങനെയൊക്കെ ബിസിനസ് സംരംഭങ്ങൾ ഇപ്പം എല്ലാ വേൾഡ് വൈഡ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ ഈ പറഞ്ഞ ബിസിനസ് എൻവയോൺമെൻറ്റ്സ് കൺസിഡർ ചെയ്യണം അല്ലേ. നമ്മളെ പോപ്പുലേഷൻ എത്രയാണ്, എത്ര കോടി ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടത് എന്താ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഇനീഷ്യൽ സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടായിരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റും അതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ പോപ്പുലേഷൻ റേറ്റ്, ചിൽഡ്രൻസ് എത്ര ഉണ്ട്, വലിയ ഹ്യൂജ് ബിസിനസ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എത്ര എന്താ പറയുക പീപ്പിൾ, അതിൽ ജനറേഷൻസ് ട്രെൻഡ്, ട്രഡീഷണൽ വാല്യൂസ്, മോറൽ സപ്പോർട്ട്, ഇതൊക്കെ അവർ നോക്കണം. അപ്പം ഒരു പോപ്പുലേഷൻ ഗ്രോത്ത്, സൈസ് എന്നൊക്കെ മെൻഷർ ചെയ്യുന്നതാണ് ഡെമോഗ്രാഫിക്. ദെൻ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ ജിയോഗ്രാഫിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്, അതായത് നമ്മളെ ഇക്കോണമീൻ്റെ ജോമെട്രിക്കൽ, അതായത് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസും അതേപോലെ ഇക്കോണമിക് ഫാക്ടേഴ്സൊക്കെയാണ് ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ അവൈലബിലിറ്റി, അതിൽ നമുക്ക് നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ വെതർ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻസ്, ലൊക്കേഷൻസ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് വരുന്നത്. ഒരു നാച്ചുറലി പുറത്ത് നമ്മളെ ലൊക്കേഷൻ, നമ്മളെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ തന്നെ നമ്മളെ ക്ലൈമറ്റ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ അല്ലേ, നമ്മളൊരു ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ നമ്മളെ പ്രൊഡക്ഷനെയും അതേപോലെ നമ്മളെ പ്രോഡക്റ്റിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ക്ലൈമറ്റ് നോക്കിയിട്ട് ചില സീസണൽ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ചില ബിസിനസ്സൊക്കെ. അപ്പം അതൊക്കെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അപ്പം ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈപ്സ് ആണുള്ളത്: എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെമോഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഇത്രയും ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആണുള്ളത്. ദെൻ നമ്മൾ നോക്കുന്നത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഒരു ഇന്ത്യൻ ഇക്കോണമിയിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ്
നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കൊരു ബിസിനസ് വന്നതോടുകൂടി, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എത്തിയതോടുകൂടി, എല്ലാവരും ഒരു ബിസിനസ് എൻ്റർപ്രണർ ആയതോടുകൂടി നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളൊരു എന്തൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഒരു ബിസിനസ്സിന് പറ്റിയെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്? ലിബറലൈസേഷൻ.